തിരുവനന്തപുരത്ത് കാപ്പ കേസിൽ അറസ്റ്റിലായ വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെതിരെയുള്ള മുഴുവൻ കേസുകളുടെയും വിശദാംശങ്ങൾ പുറത്ത്. വധശ്രമവും കലാപശ്രമവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയുള്ളതാണ് കേസുകൾ. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസും ഇതിൽ ഉൾപ്പെടും. 18 കേസുകളും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ടതാണ്. ഒരു കൊലപാതക ശ്രമവും 2 കേസുകളിൽ കുറ്റകരമായ നരഹത്യാ ശ്രമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിജോ ബി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ ഉയരുന്ന സംശയങ്ങളിലൊന്ന്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേയുള്ള കേസുകളാണോ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേസുകളാണോ? തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള കേസുകളാണെങ്കിൽ ഇത്തരം ക്രിമിനൽ കേസുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹം എങ്ങനെ മത്സരിച്ചു എന്ന സ്വാഭാവികമായ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ കേസുകൾ ഏത് കാലത്ത് എത്രമാത്രം ഗൗരവമുള്ള വകുപ്പുകളൊക്കെയാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത്? സുഗതനൊരു ചെറിയ മീനല്ല, വൻ സ്രാവ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുഗതനൊരു പാവമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഒരു കൗൺസിലർ മാത്രമല്ലേ, അതിനപ്പുറത്തേക്ക് എന്താണ് സുഗതൻ എന്നാണ് BJP-ക്കാർ ചോദിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല സുഗതൻ. ഇതിനപ്പുറത്തേക്ക് വലിയൊരാളാണ് സുഗതൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ എന്നുള്ളത്. സുഗതനെതിരെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ മാത്രം 18 കേസുകളാണുള്ളത്. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് സ്റ്റേഷനിൽ 1 കേസുമുണ്ട്. ഇത് ചെറിയ കേസൊന്നുമല്ല, സാധാരണക്കാരൻ ആളുകളെ പോലെ പെറ്റി കേസുകളൊന്നുമല്ല. ഇതിൽ 4 എണ്ണം വധശ്രമ കേസുകളാണ്. അതോടൊപ്പം തന്നെ ലഹളയുണ്ടാക്കാനുള്ള ശ്രമം, ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക എന്നിവയെല്ലാം ഈ കുറ്റങ്ങളായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം നടപടികൾ, കേസുകളിൽ നിന്ന് മാത്രമല്ല 2 തവണ ജില്ലാ ഭരണകൂടം നാട് കടത്തിയിട്ടുള്ള ഒരു പ്രതി കൂടിയാണ് സുഗതൻ. 2023-25 വർഷങ്ങളിലാണ് നാട് കടത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് വന്നിരുന്നത്. അതോടൊപ്പം തന്നെ 2022-25 വർഷങ്ങളിൽ സുരക്ഷാ നടപടികളും സ്വീകരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ നാട് കടത്തിയ ശേഷം തിരികെ എത്തിയതിനു ശേഷവും വധശ്രമ കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP-ക്കാർ പറയുന്നത് പോലെയല്ല സുഗതനെ കുറിച്ച് നല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. പോലീസിന്റെ നടപടി ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. യെസ്, അപ്പോൾ അറസ്റ്റിലാണ്. ഇനിയുള്ള തുടർ നടപടികൾ, ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ കേസുകളിലൊക്കെ ഏതെങ്കിലും കേസുകളിൽ ഇനി നടപടികൾ ബാക്കിയുണ്ടോ, പുനരന്വേഷണം ബാക്കിയുണ്ടോ, തെളിവെടുപ്പോ, അത്തരം നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. സുഗതനെ വെച്ച് ഇനി എങ്ങനെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? സുഗതനെതിരായിട്ടുള്ള മുഴുവൻ കേസുകളിലും നിലവിലുള്ള കേസുകളിലെല്ലാം സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. പല സമയങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വധശ്രമ കേസുകൾ ഉൾപ്പെടെ വന്നതിന് പിന്നാലെയാണ് പോകുന്നത്. ഈ നഗരസഭാ കൗൺസിലിന്റെ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. കാരണം യോഗത്തിനെത്തിയാൽ സ്വാഭാവികമായി അറസ്റ്റിലാക്കപ്പെടും, പിന്നീട് ജാമ്യം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളത് കണ്ടുകൊണ്ടാണ് 1.5 മാസത്തോളം ഒളിവിൽ കഴിയുന്നത്. ഒളിവിലാണെന്ന് സംബന്ധിച്ച റിപ്പോർട്ടുകളും പോലീസിന്റെ റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലുള്ളത് ലഹള ഉണ്ടാക്കാനുള്ള ശ്രമം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളുണ്ട്. ഈ കുറ്റങ്ങളെല്ലാം വളരെ ഗൗരവമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഉടനെയൊന്നും സുഗതൻ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കുരുക്കുമുറുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. യെസ്, അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എങ്ങനെ ഇദ്ദേഹം മത്സരിച്ചു? അങ്ങനെ വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളിനെ എങ്ങനെ ജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു? ഇത്രയും കുറ്റങ്ങളുള്ള, ഇത്രയും കേസുകളുള്ള, അതും വലിയ വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസുള്ള ഒരാൾക്കെതിരെ എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന സംശയങ്ങളൊക്കെ അവിടെ ബാക്കിയാവുകയാണ്.